മാധ്യമപ്രവർത്തകൻ എ സജീവൻ നമുക്കൊപ്പം ചേരുന്നു. ശ്രീ എ സജീവൻ, അങ്ങക്ക് ആര് പറയുന്നതാണ് വിശ്വാസയോഗ്യമായി തോന്നുന്നത്? നമ്മൾ വിശ്വാസയോഗ്യം എന്ന് പറയുന്ന ഒരു അഭിപ്രായം പറയുന്നത് സ്വന്തമായിട്ടുള്ള ഒരു പക്ഷം ചേരലായിട്ട് മാറും. ഒരു കാര്യമില്ല. കാരണം സ്വപ്ന പറഞ്ഞു, സ്വപ്ന ഇതിനു മുമ്പ് പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം ശരിയാണോ തെറ്റാണോ എന്ന് അന്വേഷണ ഏജൻസികളാണ് കണ്ടെത്തേണ്ടത്. നമുക്കിത് ഞാൻ നേരത്തെയും പറയാറുള്ള കാര്യം, ഈ സ്വപ്നയുടെ കാര്യത്തിൽ മാത്രമല്ല, നേരത്തെ സോളാർ കേസിൽ ഇതേപോലെ പലതരം ആരോപണങ്ങൾ നമുക്കറിയാമല്ലോ. പല രാഷ്ട്രീയ നേതാക്കന്മാർക്കെതിരെയും കൃത്യമായ സ്ഥലം പറഞ്ഞുകൊണ്ടുള്ള ആരോപണങ്ങൾ പലതും ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് അതൊന്നും കോടതി തന്നെ പറഞ്ഞിട്ടുള്ളത് ഇതൊന്നും തെളിയിക്കാൻ പരാതിക്കാർക്ക് കഴിഞ്ഞിട്ടില്ല. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന നേരത്തെ ഉന്നയിച്ച പല ആരോപണങ്ങളും അവർ പിന്നീട് കോടതിയിൽ പോലും കൃത്യമായിട്ട് പറഞ്ഞില്ല, എന്ന് തെളിവുകൾ ഹാജരാക്കിയിട്ടില്ല. അവർ പറഞ്ഞ പല തെളിവുകൾ ശരിയല്ല എന്ന് പറയും. അപ്പം സ്വാഭാവികമായിട്ടും ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ അത് അതേപടി രാഷ്ട്രീയ താല്പര്യത്തിന് അല്ലെങ്കിൽ രാഷ്ട്രീയ വിരോധം വെച്ചുകൊണ്ട് അത് ശരിയാണെന്ന് പറഞ്ഞ് ഉയർത്തി കാണിച്ചുകൊണ്ട് അത് ഗംഭീരമായിട്ട് ആഘോഷിക്കുന്നതും, അതോടൊപ്പം തന്നെ അത് തെറ്റാണെന്ന് പറയുന്നത്. ഇപ്പൊ സ്വപ്ന പറഞ്ഞ കാര്യം തെറ്റാണെന്ന് പറയണമെങ്കിൽ അത് തെറ്റാണെന്ന് തെളിയിക്കേണ്ട എന്തെങ്കിലും കാര്യങ്ങൾ നമ്മുടെ കയ്യിലുണ്ടാവണം. അതില്ലാത്തിടത്തോളം ഇതിൽ രണ്ട് പക്ഷത്തിൽ ഏതാണ് ശരിയെന്ന ചോദ്യത്തിൽ ഉത്തരം പറയാൻ പറ്റാത്തൊരവസ്ഥ. കാരണം പറയാം, എനിക്ക് വേണമെങ്കിൽ എന്റേതായിട്ടുള്ള പക്ഷം ഒരു നിലപാട് വെച്ചുകൊണ്ട് ഏതെങ്കിലും പക്ഷത്ത് ശരിയാണെന്ന് പറഞ്ഞുകൊണ്ട് പറയാം. പക്ഷെ അതിന് എന്ത് സാധുതയാണ് ഉണ്ടാവുക? ഇപ്പൊ സാധുത എന്ന് പറയുന്നത് തെളിവുകളാണ്. ഇപ്പൊ നമ്മുടെ ഇവിടെ ഇന്ത്യയിലെ നിയമം വെച്ചുകൊണ്ട് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഇതൊക്കെ തെളിയിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും സ്വപ്ന ഈ പറഞ്ഞ കാര്യങ്ങൾ അന്വേഷണ ഏജൻസികൾക്ക് അവർ തന്നെ പറഞ്ഞിട്ട് പരാതി കൊടുത്തിട്ടുണ്ട്. കർണാടക പോലീസിന് പരാതി കൊടുത്തിട്ടുണ്ട്, ഇ ഡിക്ക് പരാതി കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ഈ ഏജൻസികൾ അന്വേഷിക്കട്ടെ. സ്വാഭാവികമായിട്ടും ഈ വിജേഷ് പിള്ള ഉണ്ടല്ലോ, അദ്ദേഹത്തെ ചോദ്യം ചെയ്യാം. അദ്ദേഹത്തിന്റെ അടുത്ത് ഇപ്പം പുറത്തു വന്നിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അവര് വെബ് സീരീസുമായി ബന്ധപ്പെട്ട് വെബ് സീരീസ് നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് സ്വപ്നയെ കണ്ടതെന്നുള്ളതാണ്. അതാണോ ശരി, സ്വപ്ന പറയുന്നതാണോ ശരിയെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റും. അപ്പോൾ എന്റെ അഭിപ്രായത്തിൽ ഇത്തരം കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഇത് പക്ഷേ ഇതിൽ ഏതെങ്കിലും ഒരു പക്ഷമാണ് ശരി. ഇതിപ്പോ സ്വാഭാവികമായിട്ടും പല സോഷ്യൽ മീഡിയയിലൊക്കെ ഈ രണ്ട് പക്ഷവും നിന്നുകൊണ്ട് വലിയ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പലരും പല ആധികാരികമായിട്ട് തന്നെ ഈ ചാനലുകളിലും മറ്റും സംസാരിക്കുന്നത് അതാണ് ശരി, സ്വപ്ന പറഞ്ഞ വളരെ കൃത്യമാണ്, ഇതോടുകൂടിയിട്ട് മുഖ്യമന്ത്രിയുടെ തലവേട്ടം എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. അത് സ്വപ്ന പറയുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് അവർക്ക് എങ്ങനെയാണ് പറയാൻ പറ്റുക? അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ച് അന്വേഷണ ഏജൻസികൾ ഇതായ കൃത്യമായിട്ട് അത് ഒരു തരത്തിലുള്ള സ്വാധീനത്തിനും വഴങ്ങാതെ, ഒരു തരത്തിലുള്ള താല്പര്യങ്ങളുമില്ലാതെ കൃത്യമായും സത്യം എന്താണെന്ന് പുറത്തു കൊണ്ടുവരുന്ന ഒന്നിലേക്ക് പോകണം. അങ്ങനെ വരുമ്പോഴാണ് ഇവിടെ ഈ പറയുന്ന ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ അത് തെറ്റായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നിടത്ത് ഒരു നിയന്ത്രണം ഉണ്ടാകും. അതല്ലെങ്കിൽ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ടു കഴിഞ്ഞാൽ അത് അങ്ങനെയുള്ള ആരോപണങ്ങളുടെ സാധുതയുണ്ടെങ്കിൽ അത് തെളിയിക്കപ്പെടുന്ന ഒരു അവസ്ഥയുണ്ടാകും. രണ്ടിനും അന്വേഷണ ഏജൻസികളെയാണ് നമ്മൾ ആധാരമാക്കേണ്ടത്. അവരുടെ നടപടികളിലേക്കാണ് ഞാൻ നോക്കുന്നത്. പ്രധാനപ്പെട്ട കാര്യമാണ് അങ്ങ് പറയുന്നത്. ഒരു പക്ഷം പിടിക്കാൻ ഈ ഘട്ടത്തിൽ അങ്ങേപ്പോലൊരു മാധ്യമപ്രവർത്തകനെ കഴിയില്ല. ഞാൻ അങ്ങയിലേക്ക് വരാം.